നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കുട്ടികളുടെ രോഗവും മാതാപിതാക്കളും എന്നുള്ളൊരു വിഷയമാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് അഡിനോ കെയർ സെൻറ്ററിലെ തൃശ്ശൂരിലെ അഡിനോ കെയർ സെൻറ്ററിലെ സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ ലിജോ കുര്യനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സാറിന് നമുക്കറിയാം, സാധാരണഗതിയിൽ കുട്ടികൾക്ക് ജലദോഷം, തൊണ്ടവേദന, മൂക്കൊലിപ്പ്, ചെറിയ വൈറൽ പനിയൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാവർക്കും അത്തരം ഒരു അസുഖമില്ലാതെ ഒരാളുടെയും കുട്ടിക്കാലം കഴിഞ്ഞു പോയിട്ടുമില്ല, തീർച്ചയായിട്ടും. അപ്പോൾ അതിനോടൊപ്പം വരുന്നതാണ് ഈ അഡിനോയിഡ് എന്ന് പറയുന്ന പ്രശ്നം. അതായത് തൊണ്ടയിൽ കാണുന്ന അഡിനോയിഡ് എല്ലാവർക്കും മാതാപിതാക്കൾക്കറിയാം. അവരെ വളരെയേറെ അലട്ടുന്നതും ഈവൻ സർജറി പോലും ചെന്നെത്തിക്കപ്പെടുന്ന ഒരു അസുഖമാണ് അഡിനോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളിൽ, കേരളത്തിലെ കുട്ടികളിൽ എത്രത്തോളം ഈ അഡിനോയിഡിൻ്റെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്, അത് എത്രത്തോളം അണ്ടർ ട്രീറ്റ്മെൻറ്റിൽ ഇത്തരം അഡിനോയിഡ് ചികിത്സ മുന്നോട്ട് പോകുന്നുണ്ട്? നമ്മുടെ സാധാരണ ജനറൽ പ്രാക്ടീസ് ലെവലിൽ പറയുകയാണെങ്കിൽ ഞാനൊരു ജനറൽ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഡെയിലി ഒ പി ഒരു 60 പേര് വരുന്നുണ്ടെങ്കിൽ അതിൽ ഒരു 50 കേസ് പിള്ളേരുടെ കേസുകളായിരിക്കും. കൂടുതലും 50 കേസുകളും കുട്ടികളുടെ കേസുകളായിരിക്കും. ഈ കുട്ടികളുടെ കേസുകളിൽ നല്ലൊരു ശതമാനം വ്യക്തികളും ഈ അഡ്നോട്ട് പ്രോബ്ലം ഉള്ള വ്യക്തികളാണ് നമ്മുടെ ഇതായിട്ട് വരുന്നത്. ഈ അഡ്നോട്ട് പ്രോബ്ലം ഉള്ള വ്യക്തികളുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വിട്ട് വരുന്ന പനി, ജലദോഷം, അതുപോലെ തന്നെ ചെവി വേദന വരിക, പിന്നെ തൊണ്ടവേദന വിട്ടുമാറാണ്ട് വരിക. ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് റിക്കറൻ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് എപ്പോഴും ഒരു ജനറൽ കൺസൾട്ടൻറ്റോ അല്ലെങ്കിൽ ഒരു പീഡിയാട്രിസ്റ്റിൻ്റെ അടുത്തോ ENT അടുത്തോ പോകേണ്ടി വരും. ഇത് പലപ്പോഴും കറക്റ്റായിട്ട് ENTയും പീഡിയാട്രിഷനും ഡയഗ്നോസ് ചെയ്യാറുമുണ്ട്, ട്രീറ്റ് ചെയ്യാറുമുണ്ട്. പക്ഷെ മോഡേൺ മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും പ്രോബ്ലം എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് താൽക്കാലികമായിട്ട് ഈ അഡ്നോട്ട് പ്രോബ്ലം അവിടെ കൺട്രോളാവുകയും ചെയ്യും. പക്ഷേ അലർജിക് പ്രശ്നങ്ങൾ കൂടുതലും അതിനകത്ത് ഡെവലപ്പ് ചെയ്ത് വരാറുണ്ട്. ഈ അലർജിക് പ്രശ്നങ്ങൾ ഒരു പരിധിയിൽ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മോഡേൺ മെഡിസിനിൽ പലപ്പോഴും കണ്ടുവരാറുള്ളത് പോലെ സ്റ്റീറോയിഡ് പ്രയോഗങ്ങളും അങ്ങനത്തെ കാര്യങ്ങളുമാണ്. ഇത് ലൈഫ് ലോങ് മുന്നോട്ട് പോകേണ്ടി വരുന്നൊരു കണ്ടീഷൻ വരുമ്പോൾ പലപ്പോഴും മാതാപിതാക്കന്മാർ ഓട്ടോമാറ്റിക്കലി ഓൾട്ടർനേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ആയുർവേദിക് മെഡിസിനോ അതുപോലെയുള്ള കാര്യങ്ങൾ വരും. എൻ്റെ അടുത്ത് വരുന്ന വ്യക്തികളിൽ ഞാൻ കൂടുതലും ആയുർവേദിക് മെഡിസിനാണ് കൂടുതൽ ഉപയോഗിക്കാറ്. സ്പെസിഫിക് ആയിട്ടുള്ള ആയുർവേദിക് മെഡിസിൻസ് ധാരാളമുണ്ട്. അത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അല്ല 100% ഈ അഡിനോയിഡ് സർജറി ഇല്ലാണ്ട് തന്നെ പൂർണ്ണമായിട്ട് മാറ്റാവുന്നതാണ്. തീർച്ചയായിട്ടും. ഈ അഡിനോയിഡ് പറയുന്ന ഗ്രന്ഥി, അത് നമുക്കറിയാം, കുട്ടികൾക്കാലത്ത് ഈ തുടർച്ചയായിട്ട് ജലദോഷവും തുമ്മലും ഒക്കെ വരുന്നവരുടെ വാ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ് ഈ അഡിനോയിഡ് ഉള്ള ഗ്രന്ഥിയുടെ വലിപ്പം പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ അഡിനോയിഡ് ഈ കുട്ടിക്കാലത്ത് മാത്രം ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? കൂടുതലും അഡിനോയിഡ് ഗ്രന്ഥി നമുക്ക് നേരിട്ട് വായ തുറന്ന് കാണാൻ പറ്റില്ല. കൂടുതലും ടോൺസിലാണ് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുക. ഈ ടോൺസിൽ എന്ന് പറയുന്ന ഒരു ലിംഫ് നോഡാണ്. ഈ ലിംഫ് നോഡ് ഗ്രൂപ്പിൽ വരുന്നത് തന്നെയാണ് അഡിനോയിഡ്. അപ്പോൾ ഈ അഡിനോയിഡ് പ്രോബ്ലം നേരിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ടും അത് കൂടുതൽ എക്സ്റേ യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ എൻഡോസ്കോപ്പി വഴിയോ ആണ് നമ്മൾ കൂടുതലും അഡിനോയിഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാറ്. ഇത് പിള്ളേരിൽ മാത്രം കൂടുതൽ കാണുക എന്നുള്ളതിന് ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ കുട്ടികളിൽ ഈ അഡിനോയിഡ് എന്നുള്ള ആ പ്രോബ്ലത്തേക്ക് നയിക്കുന്നതായിട്ടുള്ള ഈ ലിംഫ് ഗ്രന്ഥികൾ വളർച്ചയുടെ ഘട്ടത്തിലാണ്. അപ്പോൾ ഈ വളർച്ചയുടെ ഘട്ടത്തിൽ കൂടുതൽ അലർജിക് റെസ്പോൺസും കൂടുതൽ ഇൻഫെക്ഷൻസും വരുന്ന ഘട്ടത്തിൽ, കൂടുതൽ മൂക്കിൻ്റെ ഉള്ളിലും അല്ലെങ്കിൽ തൊണ്ടയുടെ ഉള്ളിലും വരുന്ന സാഹചര്യത്തിൽ കൂടുതലായിട്ടും ഈ അഡിനോയിഡ് അല്ലെങ്കിൽ നാസോഫാരഞ്ചൽ ടോൺസിൽ എന്ന് പറയുന്ന ആ ഗ്രന്ഥി വലുപ്പം വയ്ക്കുന്നു. ഹൈപ്പർട്രോഫി എന്ന് അതിന് പറയാം, അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്ന് പറയാം. ഈ അഡിനോയിഡ് ഹൈപ്പർട്രോഫിയുടെ ഏറ്റവും വലിയ പ്രോബ്ലം അത് മൂക്ക് തൊട്ട് തൊണ്ട വരെ വരുന്ന ഭാഗങ്ങളിൽ കുട്ടികളിലൂടെ ശ്വാസോച്ഛ്വാസം ഉള്ളിലേക്ക് പോകുന്നതിന് തടസ്സം ഉണ്ടാക്കും. ഒന്ന്, അതിനോട് ഉപരിയായിട്ട് ഇത് ഒരു അലർജിക് റെസ്പോൺസ് ഉണ്ടാക്കി മൂക്കിൻ്റെ ഉള്ളിലുള്ള കല, അത് നെയ്സൽ മ്യൂക്കോസ എന്ന് പറഞ്ഞ കലയിൽ കൂടുതലും അലർജിക് റെസ്പോൺസ് ഉണ്ടാക്കി ഒരു അലർജിക് റൈനൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് കൂടി നയിക്കും. ഇത് വളരെ ചികിത്സ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക വൈദ്യശാസ്ത്ര പ്രകാരത്തിന് കൂടി ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു കാര്യമാണ്. പലപ്പോഴും ഇത് ആധുനിക വൈദ്യശാസ്ത്ര പ്രകാരം സർജറിയാണ് പറയാറ്. പക്ഷെ സർജറി ചെയ്താലും ഒരു പരിധി വരെ ഈ അലർജിക് റൈനൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ മാറാത്തത് കൊണ്ടും കുട്ടി വായിലൂടെ തുടർന്ന് ശ്വസിക്കും. ഇത് പിന്നീട് പല കോംപ്ലിക്കേഷൻസ്, പ്രത്യേകിച്ച് ഡെൻ്റൽ കോംപ്ലിക്കേഷൻസ് ആയിട്ട് പല്ല് തള്ളി വരിക, പല്ല് കേടുകൾ വരിക, മുഖത്തിൻ്റെ തന്നെ ഭംഗി ഒരു പരിധിവരെ മാറിപ്പോകുന്ന തരത്തിലുള്ള പ്രോബ്ലംസിലേക്ക് നയിക്കും. കൂടാതെ ട്യൂബൽ ടോൺസിൽ എന്ന ഒരു ഭാഗം ഒരിക്കലും അഡിനോയിഡ് സർജറിയിലൂടെ എടുത്തു കളയാൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെ ചെവിയിലുണ്ടാക്കുന്ന പ്രോബ്ലംസ് ഒരു പരിധി വരെ തുടർന്നു പോവുകയും കുട്ടിക്ക് പലപ്പോഴും
സെയിം പ്രശ്നങ്ങളൊക്കെ തന്നെ തുടർന്ന് പോകുന്ന ഒരു കണ്ടീഷനിലേക്ക് വരും. തീർച്ചയായിട്ടും നമുക്കറിയാം ചില കുട്ടികൾ ഈ പ്രത്യേകിച്ച് റിക്കറൻ്റായിട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷനൊക്കെ വരുന്ന കുട്ടികൾ കുട്ടിക്കാലത്ത് തന്നെ കൂർക്കം വലിക്കുന്നൊരു സ്വഭാവം കാണാറുണ്ട്. അപ്പോൾ പലരും ചിലർക്ക് ഈ അഡിനോയിഡുള്ള കുട്ടികൾക്ക് ഈ ടോൺസിലൈറ്റിസിൻ്റെ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഈ കൂർക്കം വലിയാണ് ഒരു രക്ഷിതാവ് ഏറ്റവും ആദ്യം ഈ അസുഖത്തിൽ കണ്ടുപിടിക്കുക. കൂർക്കം വലി സാധാരണഗതിയിൽ അത്ര ഒരു പ്രോബ്ലം ഉള്ള കാര്യമല്ല എന്നാണ് സാധാരണ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ധാരണ. പക്ഷേ ഈ കൂർക്കം വലി ഐഡൻറ്റിഫൈ ചെയ്താൽ തന്നെ ഒരു 90% അഡിനോയിഡ് പ്രോബ്ലംസും ഒരു സാധാരണ വ്യക്തിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, ഒരു ഡോക്ടർ ആവണമെന്നില്ല. ഇങ്ങനെയുള്ള ഈ ഒരു പൊതുജന അവയർനെസ് ഈ വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്. ഈ കൂർക്കം വലിയുള്ള വ്യക്തികളിൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സ്റേ നാസോഫാരിങ്സ് എന്നൊരു എക്സ്റേ എടുത്താൽ തന്നെ ഇത് കൂടുതലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു ഡോക്ടർക്ക് അത് പ്രത്യേകിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഫർദർ ട്രീറ്റ്മെൻറ്റ് വേണ്ട കേസുകളാണെങ്കിൽ ഒന്നെങ്കിൽ ഒരു നല്ലൊരു എക്സ്പേർട്ട് ആയുർവേദിക് ഫിസിഷ്യനോ അതല്ലെങ്കിൽ എക്സ്പേർട്ടായിട്ടുള്ള ENTയുടെ അടുത്തോ നേരിട്ട് റെഫർ ചെയ്യാവുന്ന കേസുകളാണ്. തീർച്ചയായിട്ടും നമുക്ക് സാധാരണഗതിയിൽ പേരൻസ് ഈ അഡിനോയിഡ് ഈ എലാർജി ചെയ്യാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. കുട്ടിക്കാലത്ത് തന്നെ ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൂട്ടി ചികിത്സിക്കുന്നത് കൊണ്ട് ഇത്തരം അഡിനോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് ഇത്തരം അഡിനോയിഡ് ഹൈപ്പർട്രോഫി വരുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഇത്തരം അസുഖം അഡിനോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന് ഏതെങ്കിലും രീതിയിലുള്ള കണക്കുകൾ നമുക്ക് ലഭ്യമാണ്? കണക്കുകൾ ഞാൻ എൻ്റെ OPയിൽ വരുന്ന കണക്കുകൾ മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതായത് ഒരു കുട്ടിയുടെ മാതാപിതാക്കളിൽ 2 പേരും അഡിനോയിഡ് പ്രോബ്ലം ഉള്ള ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അവർക്ക് 100% അവരൊരു അഡൾട്ട് ആവണോടനുബന്ധിച്ചിട്ട് ആ വ്യക്തിക്ക് തലവേദന സാധാരണയായിട്ട് കാണാറുണ്ട്. മൈഗ്രെയിനാന്ന് പറഞ്ഞിട്ട് ചികിത്സിക്കുക സാധാരണ, പക്ഷെ അത് ഒരു ക്രോണിക് ആയിട്ടുള്ള സൈനസൈറ്റിസ് ആയിട്ടാണ് അത് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഞാൻ ട്രീറ്റ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ക്രോണിക് തലവേദനയുള്ള ഒരു പാരൻറ്റിൻ്റെ കുട്ടിക്ക് ഇത് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. എന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു സ്ക്രീനിങ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് സിംറ്റംസ് ഉണ്ടെങ്കിൽ സ്ക്രീനിങ് ആയിട്ട് ഒരു എക്സ്റേ എടുപ്പിച്ച് നോക്കുകയാണെങ്കിൽ ഏർലി ഡയഗ്നോസ് ചെയ്യാവുന്നതാണ്. ഇത് ഡയഗ്നോസ് ചെയ്താൽ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും ആയുർവേദിക് പ്രിപ്പറേഷൻസ് വളരെ സുലഭമായിട്ട് കിട്ടുന്നു. ഞങ്ങൾ വീട്ടിൽ ഇതായിട്ട് പ്രത്യേകം ചെയ്യുന്ന കുറേ പ്രിപ്പറേഷൻസ് ഉണ്ട്. ഇത് മാത്രമല്ല, പുറത്ത് കിട്ടുന്ന വളരെ ക്ലാസിക്കലായിട്ടുള്ള ആയുർവേദിക് പ്രിപ്പറേഷൻ കൊണ്ട് തന്നെ ഇത് 100% ഇത് ഒരു പ്രോബ്ലം ഇല്ലാത്ത കണ്ടീഷനിലാക്കി മാറ്റാവുന്ന തരത്തിൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് ആയുർവേദിക് മരുന്നുകളുണ്ട്. ഇത് പലപ്പോഴും കൃത്യമായിട്ട് രക്ഷിതാവ് അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും അത്തരത്തിലുള്ള ഇതിലേക്ക് എത്താത്തതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മളറിയാം നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ഗ്രന്ഥിക്കും അല്ലെങ്കിൽ ഓരോ അവയവത്തിനും അതിൻ്റേതായ ഫംഗ്ഷനാണ്. അപ്പോൾ ഈ അഡിനോയിഡിൻ്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട് അഡിനോയിഡ് നീക്കം ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ അഡിനോയിഡ് നീക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫംഗ്ഷൻ്റെ കുറവ് ഉണ്ടാകും? കൂടുതലും അഡിനോയിഡ് എന്ന് പറയുന്നത് നാസോഫാരിഞ്ചൽ ടോൺസിൽ എന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ലിംഫ് നോഡിൻ്റെ ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അത് കൂടുതൽ ഹൈപ്പർട്രോഫി ആകുമ്പോൾ മാത്രമേ നമ്മളതിനെ അഡിനോയിഡ് എന്ന് പറയുള്ളൂ. ഈ അഡിനോയിഡ് തികച്ചും നമുക്ക് ഒഴിവാക്കിയാലും പ്രോബ്ലം ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് പലപ്പോഴും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സർജറികൾ ഭൂരിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ അഡിനോയിഡ് സർജറി നടക്കുന്നത് കുവൈറ്റ് എന്ന് പറഞ്ഞ രാജ്യത്താണ്. അത് വളരെ ഭീമമായിട്ടുള്ള സംഖ്യയാണ് എനിക്ക് ഈ അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ കുവൈറ്റ് രാജ്യത്ത് നിന്നും നമ്മുടെ പ്രവാസികളായിട്ടുള്ള പല ആൾക്കാരും അവിടെ അഡിനോയിഡ് സർജറി കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടിക്ക് ഇപ്പോഴും ഭേദമായിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പോലെയുള്ള ആൾക്കാരുടെ അടുത്ത് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം വെച്ച് കഴിഞ്ഞാൽ അഡിനോയിഡ് സർജറി കഴിഞ്ഞാലും പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള നാസോഫാരിഞ്ചൽ മ്യൂക്കോസിൽ ഉണ്ടാകുന്ന അലർജി അവിടെ നിൽക്കുന്നില്ല. ഈ അലർജി അവിടെ നിൽക്കാത്തത് കൊണ്ട് മൂക്കിലൂടെയുള്ള ശ്വാസോച്ഛ്വാസം തടയപ്പെടുകയും അപ്പർ എയർവേ റെസിസ്റ്റൻസ് എന്നൊരു കണ്ടീഷൻ വന്ന് കുട്ടി കൂടുതലും വായിലൂടെ തന്നെ ശ്വസിക്കുന്നത് തുടരുന്നു. ഇത് പിന്നീട് ഉണ്ടാകുന്ന ആസ്മ പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക്, കാരണം നമ്മുടെ ശ്വാസോച്ഛ്വാസം മൂക്കിലൂടെ പോകുമ്പോൾ കൂടുതലും നമ്മുടെ പൊടി അതുപോലെയുള്ള സാധനങ്ങളെല്ലാം ഫിൽറ്റർ ചെയ്യപ്പെട്ടിട്ടാണ് പോകുന്നത്. ഇത് മാത്രമല്ല, മറ്റ് പലതരത്തിലുള്ള ശ്വാസോച്ഛ്വാസത്തിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള മെക്കാനിസം മൂക്കിൻ്റെ ഉള്ളിലൂടെ എയർ കടന്നു പോകുന്നുണ്ട്. ഹ്യൂമിഡിറ്റി കൺട്രോൾ മെക്കാനിസം ഉണ്ട്. ഇതെല്ലാം ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് വായിലൂടെ ഒരു വ്യക്തി ശ്വസിക്കുമ്പോൾ ലങ്ങിലേക്ക് എയർ കടന്നു പോകുന്നത്. ഇത് ക്രോണിക് ആയിട്ടുള്ള ലങ് അലർജിയോ അല്ലെങ്കിൽ ആസ്മ പോലെയുള്ള കണ്ടീഷനിലേക്ക് നയിക്കുന്നു. കൂടുതലും അഡിനോയിഡ് സർജറി കഴിഞ്ഞ വ്യക്തികൾക്കും ഇതേ പ്രോബ്ലം കണ്ടിട്ടാണ് വരുന്നത്.
കൂടുതലാളും പലപ്പോഴും പേരൻസൊക്കെ പറയാറുണ്ട്, പ്രത്യേക ഗ്രാൻഡ് പേരൻസ് പറയാറുണ്ട്, ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അഡിനോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് നാൾ ചികിത്സിക്കുക, ഇപ്പോൾ കുട്ടി ആദ്യമൊക്കെ കുറച്ച് നാൾ ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്ത് വായിലൂടെ ശ്വസിക്കും, പക്ഷേ ക്രമേണ അത് മാറിക്കോളും, ഒരു അഡൽട്ട് ആയി കഴിയുമ്പോൾ ഈ അഡിനോയിഡ് താനേ മാറിക്കോളും എന്നുള്ളൊരു ധാരണ ഇപ്പോഴും പൊതുജനങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരിക്കലും ഈ അഡിനോയിഡ് വളർന്ന് വലുതായി കഴിഞ്ഞാൽ അത് ചുരുങ്ങി പോകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ഒരു വ്യക്തി വളർന്നു വരുമ്പോൾ അഡിനോയിഡ് ഗ്രന്ഥി ചുരുങ്ങിപ്പോകും എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. പക്ഷേ എല്ലാ വ്യക്തികൾക്കും അത് അങ്ങനെ ആവണം എന്നില്ല. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡിനോയിഡ് പ്രോബ്ലം ഒരു ലൈഫ് ലോങ് പ്രോബ്ലം ആയിട്ടാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഇത്രയും എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ലൈഫ് ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് അത് റിക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരുത്തും, റിക്കറൻ്റ് ആയിട്ടുള്ള ജലദോഷം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കുട്ടി ഇത്തിരി കൂടി വളർന്ന് ഒരു 8 വയസ്സോട് കൂടിക്കുമ്പോൾ പല വ്യക്തികൾക്കും അത് ശ്വാസം മുട്ടോ അതല്ലെങ്കിൽ തുടർച്ചയായിട്ട് തുമ്മൽ, ഇത്തരത്തിലുള്ള തൊണ്ടവേദന, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കാണ് നയിക്കുക. ഇതേ പ്രോബ്ലം തന്നെ കുറച്ചും കൂടി മുന്നോട്ട് ചികിത്സ കറക്റ്റായിട്ട് ലഭിക്കാത്ത കുട്ടികൾക്ക് ഒരു 10 വയസ്സ് കഴിഞ്ഞാൽ പതുക്കെ തലവേദന സ്റ്റാർട്ട് ചെയ്യും. ഇത് അലർജിക് സൈനസൈറ്റിസ് ആണ് സംഭവം, പക്ഷേ അത് പലപ്പോഴും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും കിട്ടാറില്ല. 12 വയസ്സ് കഴിഞ്ഞാൽ ഈ തുടർച്ചയായിട്ട് വായകളെ ശ്വസിക്കുന്ന കുട്ടികൾക്ക് കുട്ടിയുടെ മുഖത്തിൻ്റെ ഭംഗി, അത് പ്രത്യേകിച്ചും പല്ല് പുറത്തോട്ട് തള്ളി വരുന്ന ഒരു അവസ്ഥ വരും. ഈ പല്ല് പുറത്തോട്ട് തള്ളി വരുന്ന ഒരു അവസ്ഥ വരുമ്പോൾ കൂടുതലും നമ്മുടെ അണ്ണാക്ക് ഭാഗം മുകളിലോട്ട് പോവുകയും അത് ഭാവിയിൽ സ്ഥിരമായി കുറുക്കം വലിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യും. ഇത് സത്യം പറഞ്ഞാൽ ഭാവിയിൽ അഡൾട്ട് സ്നോറിങ്ങിനൊരു മെയിൻ കോസാണ്. ഈ അഡൾട്ട് സ്നോറിങ് പിന്നീട് ഉണ്ടാക്കുന്ന സ്ലീപ്പ് അപ്നിയ പോലുള്ള കണ്ടീഷൻസിൽ കണ്ടിന്യൂസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ക്രോണിക് ലിവർ പ്രോബ്ലം ഉണ്ടാക്കാം, ഹാർട്ട് പ്രോബ്ലം ഉണ്ടാക്കാം, ഈവൻ കൊളസ്ട്രോൾ പ്രശ്നം, ഹൈപ്പർ ടെൻഷൻ, ഇത്രയും ഗ്രോസ് പ്രോബ്ലംസിലേക്ക് നയിക്കാവുന്ന ഒരു കാര്യം, തികച്ചും നിസ്സാരമായ കാര്യം, ചെറുപ്പത്തിൽ പ്രിവെൻറ്റ് ചെയ്യാവുന്നൊരു കാര്യം, അതാണ് പലപ്പോഴും മിസ് ചെയ്തു പോകുന്നത്. സാധാരണഗതിയിൽ നമുക്കറിയാം, കുട്ടികൾക്ക് സാധാരണ ഏതൊരു പ്രശ്നം വന്നാലും പേരൻസ് വളരെയധികം ടെൻഷനാണ്. യഥാർത്ഥത്തിൽ കുട്ടികൾക്കൊരു വൈറൽ പനി വന്നാലോ, കുട്ടി ഏതെങ്കിലും 1-2 പ്രാവശ്യം ഭക്ഷണം കഴിച്ചില്ലെങ്കിലോ, കുട്ടി സിക്കായിരിക്കുന്നത് കണ്ടാലോ ഒക്കെ പേരൻസിന് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചില ആൾക്കാർക്കാട്ടെ വളരെ ക്രോണിക് ആയിട്ടുള്ള അഡിനോയിഡ് ഉണ്ടാകാറുണ്ട്. ഒരു 10 വർഷം 12 വർഷമൊക്കെ പഴക്കമുള്ള അഡിനോയിഡിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ അഡിനോയിഡ് വരാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് ആസ്പെക്ട്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്? ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോഡേൺ മെഡിസിൻ ലെവലിൽ പോകുമ്പോൾ ഈ അഡിനോയിഡ് പ്രോബ്ലം എപ്പോഴും ഒരു ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ലെവലിൽ ഉള്ള വ്യക്തികൾക്കാണ് കൂടുതലും അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. കൂടുതലും നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്നുള്ളൊരു അവസ്ഥയാണ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വതസിദ്ധമായ ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെയുള്ള രോഗപ്രതിരോധ ശക്തി, ഈ ഇമ്മ്യൂണിറ്റിനെ വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ ഒരു മെയിൻ കാര്യം. പലപ്പോഴും നമ്മൾ മോഡേൺ മെഡിസിൻ ലെവലിലുള്ള വാക്സിനേഷൻസ് ഇതുപോലുള്ള കാര്യങ്ങളിൽ എപ്പോഴും സ്പെസിഫിക് ഇമ്മ്യൂണിറ്റിയാണ് കിട്ടുന്നത്. ഒരു രോഗത്തിനെതിരെ മാത്രമുള്ള ഇമ്മ്യൂണിറ്റിയാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള മെഡിസിൻസോ അതുപോലെയുള്ള പ്രൊസീജിയേഴ്സോ ഒന്നും പലപ്പോഴും മോഡേൺ മെഡിസിനിൽ അത്ര സുലഭമല്ല. പക്ഷേ ആയുർവേദിക് മെഡിസിൻ പലപ്പോഴും ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയാണ് ഒരു വ്യക്തിയുടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പല ആയുർവേദിക് മെഡിസിൻസ് ഉണ്ട്, വളരെ സിമ്പിളായിട്ട് ഈവൻ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ ചെയ്തിട്ട് പോലും, അതായത് അകത്തേക്ക് മരുന്ന് കഴിക്കാതെ പോലും ഈ അഡിനോയിഡ് പ്രിവെൻറ്റ് ചെയ്യാം. 100% പ്രിവെൻറ്റ് ചെയ്യാം. ഒരു 50% ഒന്നുമല്ല, 100% പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണത്. ഒരു പ്രോബ്ലം അല്ല, ഒരു 100 പ്രോബ്ലങ്ങളിൽ പിന്നാലെ വരുന്നത് ഈ 100% പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ പേരൻസിനൊക്കെ അഡിനോയിഡ് ഉണ്ടെങ്കിൽ ഈ കുട്ടിക്കാലത്ത് തന്നെ ഈ കുട്ടി ഏതൊക്കെ രീതിയിൽ നമ്മൾ സൂക്ഷിക്കണം, ഈ അഡിനോയിഡ് വരാതെ ഈ കുട്ടിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കും? കൂടുതലും സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ ഒരു ചെറിയ ജലദോഷമോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, ഞാനൊരു മോഡേൺ മെഡിസിൻ ഡോക്ടറും കൂടിയാണ്, പക്ഷേ ഞാൻ എൻ്റെ മക്കളിൽ പലപ്പോഴും ഒരു ചെറിയ പ്രോബ്ലം വരുമ്പോൾ ഒരിക്കലും ഒരു സിട്രസിൻ പോലെയുള്ള മെഡിസിനോ മോഡേൺ മെഡിസിനോ സാധാരണ കൊടുക്കാറില്ല. ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികളിൽ നമ്മൾ നാച്ചുറലായിട്ടുള്ള കഷായമോ അതല്ലെങ്കിൽ എന്തെങ്കിലും ആസവങ്ങളോ അത് ഒരു നല്ലൊരു ആയുർവേദിക് ഫിസിഷ്യനെ കാണിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം. ഇത് അവരിൽ നാച്ചുറലായിട്ടുള്ള ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ, പ്രത്യേകിച്ച് ആയുർവേദം ഒരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സയൻസാണ്. കാരണം സർവേ രോഗഭി ജായന്തേ മന്ദോർ അഗ്നി എന്നാണ് ആയുർവേദത്തിൻ്റെ ഏറ്റവും ബേസിക് കൺസെപ്റ്റ്. അതായത് അഗ്നി എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റിയാണ്, നമ്മുടെ രോഗപ്രതിരോധ ശക്തിയാണ്. ഈ ഇമ്മ്യൂണിറ്റി മന്ദമാകുമ്പോൾ, അതായത് കുറയുമ്പോഴാണ് എല്ലാ രോഗങ്ങളും ഉണ്ടാകുക എന്നുള്ളതാണ് കൺസെപ്റ്റിലാണ് വരുന്നത്. അപ്പോൾ ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാനുള്ള മെഡിക്കേഷൻസാണ് പലപ്പോഴും പ്രിവെൻറ്റീവ് ലെവലിൽ ആയുർവേദം കൊടുക്കുന്നതിൽ ഏറ്റവും അഭികാമ്യമായിട്ട് വരും. തീർച്ചയായിട്ടും. അപ്പോൾ ഒരിക്കൽ ഈ അഡിനോയിഡിൻ്റെ സർജറി കഴിഞ്ഞവരെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അവർക്ക് ഈ അഡിനോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതോടുകൂടി അവസാനിച്ചു? ഒരിക്കലുമില്ല. അഡിനോയിഡ് സർജറി കഴിഞ്ഞ ഒരു വ്യക്തി അവിടെ തൊട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും മോഡേൺ മെഡിസിൻ ENT സർജൻസിന് വരുന്ന ഒരു പിഴവും അവിടെ തന്നെയാണ്. കാരണം ENT സർജൻസ് പലപ്പോഴും അഡിനോയിഡ് സർജറി കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് സ്ട്രെയിറ്റ് അവേ
എന്തെങ്കിലും മെഡിക്കേഷൻസ് കൊടുക്കും, അതിന് പറഞ്ഞു വിടും. റിവ്യൂ പോലും പറയാറില്ല. പക്ഷേ റിവ്യൂ പറഞ്ഞാൽ തന്നെ ആക്ച്വലി അഡ്നോഡ് പേഷ്യൻസ് സർജറി കഴിഞ്ഞ വ്യക്തിയെ റിവ്യൂ ചെയ്യേണ്ടത് ഒരു ENT സർജനല്ല, നേരെ മറിച്ച് ഒരു ഡെൻ്റൽ സർജനാണ് റിവ്യൂ ചെയ്യേണ്ടത്. കാരണം പലപ്പോഴും അഡ്നോഡ് ക്രോണിക് ആയിട്ടുള്ളൊരു പേഷ്യൻറ്റ് വായിലൂടെ ശ്വസിക്കുന്ന ഒരു ഹാബിറ്റ് ഫോമിംഗ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഹാബിറ്റ് ഫോമിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ ഹാബിറ്റ് ബ്രേക്കിംഗ് ആയിട്ടുള്ള അപ്ലയൻസുകൾ ഡെൻ്റൽ സെക്ഷനിലുണ്ട്. ഇതൊരു ഡെൻ്റൽ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും ഓറൽ സ്ക്രീൻ എന്ന് പറഞ്ഞൊരു സാധനം, അതല്ലെങ്കിൽ അതൊക്കെ അപ്ലയൻസുകളാണ്. ആർച്ച് എക്സ്പാൻഷൻ സ്ക്രൂ, ഡബിൾ ഓറൻ സ്ക്രീൻ, ഇങ്ങനെയുള്ള അവരുടെ ഒരുപാട്. ഞങ്ങൾ വീട്ടിൽ ചെയ്യുന്ന അഡ്നോ കെയർ സെൻറ്ററിൽ എപ്പോഴും വരുന്നത് ഇതുപോലെയുള്ള ഒരു ടീം വർക്കാണ്. ഇത് ഒരു വ്യക്തിക്ക് മാത്രം ചെയ്ത് അവസാനിപ്പിക്കാവുന്നൊരു പരിപാടിയല്ല. അഡ്നോഡിൻ്റെ ഈ സർജറി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു 3-4 months ഈ ഡെൻ്റൽ സർജൻ്റെ ഒരു മേൽനോട്ടത്തിലുള്ള ട്രീറ്റ്മെൻറ്റും, അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡെൻ്റൽ റിവ്യൂ, മെഡിക്കൽ റിവ്യൂ കണ്ടിന്യൂ ചെയ്യാം. തീർച്ചയായിട്ടും ഒരു കോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഹലോ, ഞാൻ കർണാടകയാണ് വിളിക്കുന്നത്. ഡോക്ടർ നമ്മോടൊപ്പം ഉണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ മാഡം, പറയൂ. ഹലോ ഡോക്ടർ, എൻ്റെ മോന് വേണ്ടിയാണ്. എന്തോ? എൻ്റെ മകന് വേണ്ടിയാണ്. ചോദിച്ചോളൂ. അവന് ഇപ്പൊ 7 ഒരു 1.5 വർഷം ഈ ടോൺസിന്റെ ഈ ചെറിയ 2 വശം ചെറിയ മുഴ കൊണ്ട് വരുന്നത്. ഒരെണ്ണം റൈറ്റ് സൈഡ് ഒരു നെല്ലിക്ക, ലെഫ്റ്റ് സൈഡിൽ ഞങ്ങളത് ഒത്തിരി ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തു, എഫിഷ്യൻസി ഒക്കെ ചെയ്തു. FNS ചെയ്തപ്പോൾ അതിനകത്ത് ചെറിയ ഈ കൺമണികൾ കൊണ്ടുള്ള അസുഖങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അത് പിന്നെ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ സർജറി ചെയ്തിട്ട് പറയും കാണിക്കും നല്ലതാണെന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും സർജറി ഒരു അത് സർജറി വേണോ വേണ്ടേന്നുള്ളതാണോ സംശയം? ഇങ്ങനെ അത് കളയണോ അതോ കുഴപ്പമില്ലേ? കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. 2 വശത്തെ ടോൺസിലുകൾക്ക് മാത്രമാണോ പ്രോബ്ലം, അത് അഡ്നോയിഡും മറ്റേ എൻഡോസ്കോപ്പിയിലൂടെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല, 2 മാത്രമേ ഉള്ളൂ. കുട്ടി വായ തുറന്ന് കിടക്കുന്നുണ്ടോ? അവന് കഴിക്കാൻ മെലിഞ്ഞിരിക്കുന്ന സ്വഭാവമാണ്. ഓക്കെ. വായ തുറന്ന് കിടക്കാത്ത കുട്ടികളാണെങ്കിൽ, വായ തുറന്ന് കിടക്കുന്നില്ല, കുട്ടി വായ അടച്ച് കിടക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, ടോൺസിൽ എൻലാർജ്ഡ് ആണെങ്കിൽ പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള സർജറിയുടെയും ആവശ്യമില്ല. ഇത് പൂർണ്ണമായിട്ടും ആയുർവേദിക് മെഡിസിൻസിൽ അവസാനിപ്പിക്കാവുന്ന കേസേ ഉള്ളൂ. പക്ഷേ കുട്ടി വായ തുറന്ന് കിടക്കുന്നുണ്ട്, ഈ അഡ്നോഡ് എക്സ്റേ എടുത്തോ എൻഡോസ്കോപ്പിയിലൂടെയോ നോക്കി കൂടുതലായിട്ട് മൂക്കിലൂടെ ശ്വസിക്കാനും വായിലൂടെ ശ്വസിക്കാനും തടസ്സം ഉണ്ടാക്കുന്ന തരത്തിൽ അഡിനോയിഡും ടോൺസിലും രണ്ടും വലുതായിട്ട് ഇരിക്കുന്നുണ്ട് എങ്കിൽ 100% അത് സർജറി ചെയ്തി അത് റിലീവ് ചെയ്യണം. റിലീവ് ചെയ്താൽ മാത്രം പോരാ, അതായത് എയർവേ റിലീവ് ചെയ്യണം. എയർവേയിൽ റിലീവ് ചെയ്താൽ മാത്രം പോരാ, അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള വീണ്ടും ഒരു ഡെൻ്റൽ സർജനെ കാണിച്ച് കുട്ടിയുടെ ഹാബിറ്റ് ബ്രേക്കിംഗ് ആയിട്ടുള്ള അപ്ലയൻസുകൾ വയ്ക്കുകയും അതിനോടൊപ്പം കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള സ്പെഷ്യൽ പ്രിപ്പറേഷൻസ് ഉണ്ട്, അത് കൊടുക്കുക. ആയുർവേദിക് പ്രിപ്പറേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 to മിനിമം 6 ആണ്, 6 to 1 year ആയുർവേദിക് പ്രിപ്പറേഷൻസ് കൊടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും മാഡത്തിൻ്റെ സംശയം മാറിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിന് നന്ദി. സാധാരണ ഇതിൽ വളരെ പഴക്കം ചെന്ന ഈ അഡിനോയിഡ് എങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കുക? ഞങ്ങൾ അഡ്നോ കെയർ സെൻറ്ററിൽ ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ഏജ് ഒരു വലിയ ഫാക്ടറായിട്ട് കാണാറുണ്ട്. ലെസ് ദാൻ 5 years ഉള്ളൊരു കുട്ടി എൻ്റെ അടുത്തേക്ക് കടന്നു വരികയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ ആ കുട്ടിയുടെ ഒരു പാരൻറ്റ് ഹിസ്റ്ററി എടുക്കും. ആ പാരൻറ്റ് ഹിസ്റ്ററിയിൽ അഡ്നോഡിൻ്റെ സാന്നിധ്യം അവരിൽ ഉണ്ട് എങ്കിൽ പലപ്പോഴും എക്സ്റേ ഒഴിവാക്കാറാണ് പതിവ്. പിന്നെ ആവശ്യമാണ് എങ്കിൽ മാത്രം പലപ്പോഴും ഞാൻ പേഷ്യൻസിൻ്റെ പാരൻസിനോട് പറയുന്നുണ്ട് കുട്ടിക്ക് പ്രോബ്ലം ഉണ്ട്, കാരണം ജസ്റ്റ് ചെവി നോക്കുക, ചെവിയിലുള്ളിലത്തെ ടിമ്പാനോ മെമ്പറിൻ്റെ പൊസിഷൻ, അതല്ലെങ്കിൽ ഒരു ഇൻവേസീവ് അല്ലാത്ത ഒരു ടെസ്റ്റായിട്ടുള്ള ടിമ്പാനോമെട്രി, നമ്മൾ ജസ്റ്റ് ഇൻറ്റേർണൽ റൈനോസ്കോപ്പി ഇത് ചെയ്ത് നോക്കിയാൽ തന്നെ ഏകദേശം ഒരു അഡ്നോഡ് പ്രോബ്ലം നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ പലപ്പോഴും ഇൻഡയറക്റ്റ് റൈനോസ്കോപ്പി അല്ലെങ്കിൽ അതുപോലെയുള്ള ഇതുകൾ ചെയ്യാൻ കുട്ടി സമ്മതിക്കില്ല, ചെറിയ കുട്ടിയാണെങ്കിൽ. അപ്പോൾ പലപ്പോഴും എക്സ്റേയിലേക്ക് പോകും. എക്സ്റേ ഒരെണ്ണം എടുത്ത് എക്സ്റേ നാസോഫാരിങ്സ് ആണ് യൂഷ്വലി എടുപ്പിക്കാറ്. അതിനോടൊപ്പം തന്നെ ഒരു സിറം IgE ടോട്ടലും ചെയ്യിപ്പിക്കും. ഇതിൽ IgE ലെവൽ വളരെ കൂടിയിരിക്കുകയും അതിനോടൊപ്പം തന്നെ അഡ്നോയിഡ് ഒരു 50% എയർവേ ബ്ലോക്ക് ഉണ്ടെങ്കിൽ കുട്ടി മാതാപിതാക്കളെ കൗൺസിൽ ചെയ്യുകയാണ് സാധാരണ ചെയ്യാറ്. നേരെ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ സാധാരണ പറയാറ്. ഇവിടെ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇൻറ്റേർണൽ മെഡിക്കേഷൻസ് ഒഴിവാക്കാം. കുട്ടിക്ക് കഷായമോ അതുപോലെയുള്ള മെഡിസിൻസ് ഒന്നും വേണ്ട, സ്പെഷ്യലായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട്. അത് തലയിൽ ഒരു സൂര്യനുദിക്കുന്നതിന് മുമ്പ് കുളിപ്പിച്ചതിന് ശേഷം നിറയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. 100% അത് അടുത്ത 6 മാസത്തിനുള്ളിൽ റിഗ്രസ് ചെയ്തു പോകും. തീർച്ചയായിട്ടും സാർ, സാധാരണഗതിയിൽ
ഈ അഡിനോയിഡിൻ്റെ പ്രശ്നങ്ങൾ വളരെ നാൾ നീണ്ടു നിൽക്കുന്നു, അത് കുഴപ്പമില്ലാതെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ചു, കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പോൾ ഈ അഡിനോയിഡിൻ്റെ ഒരു പക്ഷേ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടാകും. അതിൻ്റെ ഭാവിയിൽ ഇത്തരം അഡിനോയിഡ് ഈ വ്യക്തിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാക്കുക? പല വ്യക്തികൾക്കും 12 വയസ്സിന് ശേഷവും അഡിനോയിഡ് ടിഷ്യൂയോട് നല്ല തോതിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പല വ്യക്തികളും 12 വയസ്സിന് ശേഷം ഈ അഡിനോയിഡ് ടിഷ്യൂ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. പലപ്പോഴും അത് കാർസിനോമ പോലെയുള്ള പ്രോബ്ലംസ് കാണിക്കാറുണ്ട്. റയറാണ്, 3% ആണ് ഉള്ളത്, പക്ഷേ സ്റ്റിൽ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വളരെ കൂലങ്കഷമായിട്ട് നോക്കേണ്ട കാര്യമാണ്. ചെറുപ്പത്തിൽ ഒരു 5 വയസ്സിന് ശേഷവും അഡിനോയിഡ് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പലപ്പോഴും മൈഗ്രെയിൻ പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് 100% അത് വഴിതെളിക്കാൻ സാധ്യത ഉള്ളതായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള പ്രോബ്ലം മൈഗ്രെയിൻ പലപ്പോഴും കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെർട്ടേഗോ ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യാറ്. അത് എസഫാൾജിക് മൈഗ്രെയിൻ എന്ന് പറഞ്ഞൊരു മോഡേൺ മെഡിസിനിൽ പറയുന്ന ഒരു ടേമിൽ പറയുകയാണെങ്കിൽ അതാണ്. പക്ഷേ ഈ എസഫാൾജിക് മൈഗ്രെയിൻ പലപ്പോഴും വെർട്ടേഗോ, ഈ കഴുത്ത് വേദന, കൈകാല് കഴപ്പ്, തലമുടി കൊഴിച്ചിൽ, തൊണ്ടയിൽ എപ്പോഴും കഫം വരിക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കൂടി അതിനോടൊപ്പം ഉണ്ടാവും. ഇത് ക്രോണിക് പാൻ അലർജിക് സൈനസൈറ്റിസ് അപ്പോഴത്തേക്കായി ഉണ്ടാവും ഒരു അഡൾട്ട് ആകുമ്പോഴത്തേക്കും. ഈ പ്രോബ്ലത്തെ പലപ്പോഴും അഡ്രസ്സ് ചെയ്യാനുള്ള ഒരിത്തിരി ഡിഫിക്കൽട്ടാണ്. പക്ഷേ പലപ്പോഴും ഞങ്ങളുടെ അടുത്ത് വരുന്ന കേസുകൾ ഞങ്ങൾ പലപ്പോഴും രണ്ടും കൂട്ടിയിട്ടുള്ള ഇംഗ്ലീഷും മലയാളവും മോഡേൺ മെഡിസിനും കൂട്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലേക്കാണ് പോകാറ്. തീർച്ചയായിട്ടും ഡോക്ടർ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ സ്റ്റുഡിയോയിലെത്തി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുട്ടികളും രോഗവും മാതാപിതാക്കളും എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നില്ല. ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.